പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വീട്ടമ്മയെ തെന്മലയിൽ 4-അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചതായി പരാതിയുമായി തെന്മല പോലീസ് സ്റ്റേഷനിലെത്തിയ ഇവരെ പരാതി സ്വീകരിക്കാതെ പോലീസ് വിരട്ടിയോടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞാനും എൻ്റെ കൂടെയുള്ളവർ ഇറങ്ങി റോട്ടിൽ വന്നു. അവരെ കാണാതെ വന്ന് ഞങ്ങൾ വന്നു തെന്മല ചെന്നു. പ്രദീപ് സഖാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തെന്മല വന്നപ്പോൾ ഞങ്ങൾ ഒരു പരാതി എഴുതി കൊടുത്തു. അത് പോലീസ് സ്വീകരിച്ചില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇവിടെ വരികയാണ് ചെയ്തത്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ ഇടപ്പാളയം പള്ളിമുക്ക് സുമവിലാസത്തിൽ ജ്ഞാനസുന്ദരിക്കാണ് മർദ്ദനമേറ്റത്. തലയ്ക്കും ചെവിക്കും കഴുത്തിനും പരിക്കേറ്റ ഇവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടപ്പാളയം ബെഡ്ഫോർഡ് എസ്റ്റേറ്റിലെ തൊഴിലാളിയാണ് ജ്ഞാനസുന്ദരി. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ ജോലിക്കെത്തിയ ജ്ഞാനസുന്ദരിയെ INTUC പ്രവർത്തകരായ 4 പേർ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. തന്നെ കരണത്തടിച്ച് താഴെയിടുകയും കഴുത്തിൽ കുത്തിപ്പിടിച്ച് നെഞ്ചിലും വയറിലും ഇടിക്കുകയും അടിക്കുകയും ചെയ്തതായി ജ്ഞാനസുന്ദരി പരാതിയിൽ വ്യക്തമാക്കുന്നു. കൂട്ടത്തിൽ ഒരാൾ കത്തി വീശുകയും വധഭീഷണി മുഴക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവത്രേ. എസ്റ്റേറ്റ് മാനേജറുടെയും തൊഴിലാളികളുടെയും മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം. പോലീസിൽ പരാതി കൊടുത്താൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തിങ്കളാഴ്ച ഞങ്ങൾ പണിക്ക് അവിടെ കയറി ചെന്നപ്പം അന്ന് ഞങ്ങളവിടെ പണി ചെയ്തു. വിൽക്കോട് തോട്ടത്തിലാണ് പണിക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേന് ചുപ്പനെന്ന് രാജേന്ദ്രൻ എന്നും പറയുന്ന ഒരാൾ ഞങ്ങളുമായിട്ടൊക്കെ ഒരുപാട് വഴക്കുണ്ടാക്കി ഞങ്ങളെ അടിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞങ്ങളത് കാര്യമാക്കാതെ പിറ്റേന്ന് പണിക്ക് കയറി ചെന്നു. അവിടെ ചെന്ന് പൊതി പോലും താത്തു വെച്ചില്ല. അതിനു മുമ്പേ അവർ കൊലയാളി മോളെ, നീ ഇവിടെ ജോലിക്ക് കയറി വരണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊടി പിടിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ, കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ ജോലി തരുവുള്ളെന്നും പറഞ്ഞ് ഓടിയും തന്നെ കൊങ്ങാക്കി പിടിക്കുകയും എന്നെ ഒറ്റ അടിക്ക് താഴെ ഇടുകയും ചെയ്തു. അങ്ങനെ താഴെ ഇട്ട കണ്ടുകൊണ്ടാണ് എൻ്റെ ചേച്ചി ഓടി വന്ന് എന്നെ പിടിച്ചപ്പോഴത്തേനെ ആ ആളിനെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ സുരയും പിടിച്ച് മാറ്റിക്കൊണ്ട് പോയി. പിന്നെ ബാക്കിയുള്ളത് സുരയും രാജേന്ദ്രനും പ്രസാദും അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ പുറകിൽ പിന്താങ്ങിയായിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ കണ്ടു നിൽക്കിയ 10-40 ആൾക്കാരിടയിൽ വെച്ചാണ് പട്ടി അടിക്കുന്ന പോലെ എന്നെ അടിച്ചത്. എസ്റ്റേറ്റിൽ പുതിയ മാനേജ്മെന്റ് വന്നപ്പോൾ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ വിട്ട് INTUC-യിലേക്ക് മാറണമെന്ന് പ്രതികൾ ജ്ഞാനസുന്ദരിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു വഴങ്ങാത്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് ജ്ഞാനസുന്ദരി പറഞ്ഞു. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന 1-ാം പ്രതി സുരേന്ദ്രൻ മുമ്പ് വനത്തിൽ വെച്ച് ജ്ഞാനസുന്ദരിയെ പതിയിരുന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടത്രേ. അന്ന് താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ജ്ഞാനസുന്ദരി പറഞ്ഞു. എനിക്കാണെങ്കിൽ ക്യാൻസർ രോഗമായിട്ട് കിടക്കുന്ന എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ട്. എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ മക്കളാണെങ്കിൽ ദൂരെ ഇരിക്കുക. ആരുമില്ലാത്ത എന്നെ അടിക്കുമ്പോൾ തന്നെ നിനക്ക് ചോദിക്കാൻ പോലും ആരുമില്ല, എന്നെ കൊന്നാൽ പോലും എന്നും പറഞ്ഞാണ്ടാ അവരെല്ലാം കൂടെ വന്ന് എന്നെ അടിച്ചത്. അങ്ങനെ വയ്യാത്തൊരു അമ്മയെ ദിവസം ആശുപത്രി കൊണ്ടുപോകാൻ പോലും എനിക്ക് നിവൃത്തിയില്ലാതാ. അങ്ങനെ ഞാൻ ഓരോ ദിവസം തോട്ടത്തിൽ ജോലിക്കായിട്ട് ഒരുപാട് ദൂരം നടന്നു പോകണം. അത്രയും ദൂരം ഞാനും എൻ്റെ കൂടെയുള്ളവരും കൂടാണ്. എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അവർ ഞങ്ങളും കൂടാണ് ജോലിക്ക് കടന്നു പോകുന്നത്. അപ്പോൾ പല ദിവസവും ഇയാൾ ഒളിച്ചിരുന്ന് എന്നെ അടിക്കാനും അല്ലാതെ പന്നെ ഇതുമായിട്ടൊക്കെ അയാൾ ഒരുപാട് നാൾ എന്നെ ശല്യം ചെയ്തു. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഒരുപാട് ശല്യം ചെയ്തപ്പോൾ ഞാനിതൊന്നും കണക്കാക്കാതെ ജോലിയുടെ പുറത്ത് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇയാൾ പിന്നെ എന്നെ അവിടെ വെച്ച് തന്നെ എന്നെ എല്ലാവരും മുന്നിൽ വെച്ച് അടിക്കാൻ തീരുമാനിച്ചു. അവർ തലേനെ കരുതി കൂട്ടിയാണ് വന്നത്. പക്ഷെ ഞാൻ ഇതൊന്നും അറിയാതെ അവിടെ കയറി ചെന്നപ്പോൾ അവിടെ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ മുടക്കി കൊല്ലൂന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കൊലക്കുറ്റി സമാധാനം പറയണമെന്ന് രാജേന്ദ്രൻ പറഞ്ഞ് ഭയങ്കര കത്തിയായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ടൊക്കെ നടക്കുമായിരുന്നു. ഭയങ്കര അട്ടഹാസമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴാണ് സലീമണ്ണൻ അവിടെ കടന്നു വന്ന് എല്ലാവരും ഓരോ ആവശ്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നോട് പറഞ്ഞ് എന്തായാലും സാറ് കയറി വരുമ്പോൾ സാറിൻ്റെ അടുത്ത് കാണിക്കാം എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെല്ലാം എന്നെ ഇട്ടങ്ങ് കളിയാക്കി. നീ ചെന്ന് പറയടി, ചെന്ന് പറ എന്നും പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞേടി സാറ് വന്ന് നീ ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറയാടി, ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചോര എൻ്റെ ചെവി കൂടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്താ സാർ അടുത്തോട്ട് വരട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പരാതി കേൾക്കാൻ സാറിന് മനസ്സല്ല. സാറിപ്പോൾ ഈ ആൾക്കാരുടെ വർത്താനമാണ് സാറ് കേൾക്കുന്നത്. അവരെല്ലാം കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഈ സാറങ്ങ് മാറി അങ്ങ് നിന്നു. ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ മൂലമാണ് തെന്മല പോലീസ് കേസെടുക്കാതെ പരാതിക്കാരിയെ വിരട്ടിയോടിച്ചതെന്ന് ആക്ഷേപമുണ്ട്. കുറ്റക്കാർക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.